സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴുത്ത ഏത്തയ്ക്കായും അരിപ്പൊടിയും കൊണ്ടുള്ള ഒരു പലഹാരമാണ്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സായിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിനായി 3 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി പഴുത്തു പോകാത്ത രീതിയിലുള്ള ഏത്തയ്ക്ക വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഓരോ ഏത്തയ്ക്കായും രണ്ടായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഏത്തയ്ക്ക എല്ലാം ആവി വരുന്ന അപ്പച്ചമ്പിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. 10 മിനിറ്റ് ആവിയിൽ വെച്ച് പുഴുങ്ങിയ ഏത്തയ്ക്ക തണുത്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ഒന്ന് നല്ലവണ്ണം ചൂടായി കിട്ടണം. അതിനു വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ തേങ്ങയിലെ വെള്ളമെല്ലാം വലിഞ്ഞു വരും. ഈ സമയത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനിയും ചേർത്ത് തേങ്ങ ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. 1/4 കപ്പ് ശർക്കരപ്പാനി കറക്റ്റ് മധുരമാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവരെ 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഈ മിക്സ് ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് പുഴുങ്ങിയ ഏത്തയ്ക്ക തൊലി കളഞ്ഞ് എല്ലാം ഒന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ല പൊടി പോലെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകൾ കാണരുത്. ഏത്തയ്ക്ക കട്ടകളൊന്നുമില്ലാതെ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏത്തയ്ക്ക കുഴച്ചതും അരിപ്പൊടിയും എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് പൗഡർ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴഞ്ഞു വരാൻ വേണ്ടി അരിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അരിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മയത്തിൽ കിട്ടുന്നിടം വരെ കുഴച്ചെടുക്കാം. വലിയ പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഈ കുഴച്ചെടുത്ത മിക്സ് 2 വലിയ ബോളുകളാക്കി മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ കിഴുത്തകളുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഒരു വാഴയില വട്ടത്തിൽ മുറിച്ചത് വെച്ച് കൊടുക്കുക. വാഴയിലയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന 2 ബോളുകളിൽ ഒരെണ്ണം എടുത്ത് ഈ ഇലയിലേക്ക് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കാം. നല്ലവണ്ണം പരത്തി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ പുറത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിൽ തേങ്ങ ഫുള്ളും കവർ ചെയ്യുന്നത് പോലെ വെച്ച് കൊടുക്കണം. രണ്ടാമത്തെ ബോള് ഇതുപോലൊരു വാഴയിലേക്ക് പരത്തി എടുത്തിട്ട് ഈ തേങ്ങയുടെ പുറത്തോട്ട് കവർ ചെയ്യുന്നത് പോലെ
കമത്തി വെച്ച് കൊടുക്കണം. സൈഡെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്ത ശേഷം മുകളിലുള്ള വാഴയില മാറ്റി കൊടുക്കാം. ഇനി ഈ പാത്രം ആവി വരുന്ന അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ച പലഹാരം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം മുകളിലുള്ള ഇല മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയുമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.